ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഷോർട്ട് അവർ ആണുള്ളതുകൊണ്ട് നമുക്ക് പരമാവധി നേരത്തെ തുടങ്ങണം. സോ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കയറുകയാണ്. അത് ശരിക്കും പ്രൊഡക്ഷനെ കുറിച്ചുള്ള ടോപ്പിക്കാണ്. തിയറി ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. നമുക്ക് കാണുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് ഐസോ അക്കൗണ്ടിലേക്ക് പോകാം. ഓക്കെ, സോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് തിയറി പ്രൊഡക്ഷനിൽ? സോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ബേസിക്കലി എത്രമാത്രം ഇൻപുട്ട് കൊണ്ട് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് കാണിക്കുന്ന ഒരു റിലേഷനാണ് ശരിക്കും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സോ അപ്പോൾ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കുറച്ച് ഇൻപുട്ട്, അതനുസരിച്ച് ഔട്ട്പുട്ട്, അത് തമ്മിലുള്ള ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ്, അതൊക്കെയാണ് ശരിക്കും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് പഠിക്കേണ്ടത്. ഇപ്പോൾ ക്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് KLT എന്ന് കണ്ടോ, അവിടെ കണ്ടോ. ഓക്കെ, അതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷനാണ്. ചെറിയൊരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇക്വേഷൻ്റെ ബേസിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇത് അവിടെ ഇട്ടേക്കുന്നു. അതൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കണ്ടോ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q is a function of L, K, T, K and T are constant, സോ അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സ് വേരിയബിൾ ആയിരിക്കും. പിന്നെ റിട്ടേൺസ് ടു ഫാക്ടർ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ നമ്മൾ അതിന് ശേഷം കാണും. ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഈ ടോപ്പിക്കിൻ്റെ നമ്മൾ കവർ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു ഡയഗ്രാം അവിടെ കൊടുത്തേക്കുന്നത് നമ്മൾ എങ്ങനെ കാണും. പിന്നെ ടോട്ടൽ പ്രൊഡക്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ, പിന്നെ മാർജിനൽ പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആവറേജ് പ്രൊഡക്റ്റ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ആവറേജ് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. ആവറേജ് പ്രൊഡക്റ്റ് ഫ്ലേവർ, മാർജിനൽ പ്രൊഡക്റ്റ് ഫ്ലേവർ, സോ സിമിലർലി വി ആർ കമ്മിങ് ടു സി theory for the short run production function which we call as law of variable proportions or law of diminishing returns. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു തിയറിയാണ് നമ്മൾ പഠിക്കും. ഇപ്പോഴല്ല, പയ്യെ ഞാൻ നിങ്ങളൊന്ന് ബ്രീഫായിട്ട് സിലബസ് ഇത്രമാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനായ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. പിന്നെ അത് കഴിഞ്ഞാൽ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് കാണിക്കാനുള്ള ഒരു ലോയാണ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ഡയഗ്രാം ഉണ്ട്. ഡയഗ്രാമൊക്കെ ഞാൻ ഇച്ചിരി നന്നായിട്ട് ചെയ്തു തരാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ട് പേജ് മാറിപ്പോയി. ഓക്കെ, ദെൻ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, അതൊക്കെ അതിൻ്റെ ഭാഗം, റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഐസോക്കോണ്ട് ഇൻഡിഫറൻസ് കർവ് ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടും തമ്മിൽ നമുക്ക് ഭംഗിയായിട്ട് തിരിച്ചറിയാൻ പറ്റും. രണ്ടും തമ്മിൽ തിരിച്ചറിഞ്ഞ് നമ്മൾ പഠിക്കണം, ഏത് ഇൻഡിഫറൻസ് കർവും ഐസോക്കോണ്ടും. ഓക്കെ, സോ ഐസോക്കോണ്ടായിരുന്നു ഞാൻ ആദ്യം എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എന്താണെന്ന് അറിയാമോ, ഇൻഡിഫറൻസ് കർവ് എടുത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് ഐസോക്കോണ്ട് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിരിക്കും. കാര്യങ്ങളൊക്കെ പഴയ ഇങ്ങോട്ട് ജസ്റ്റ് ആ ഡിഫറൻസ് വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് അത് തന്നെ ആദ്യം എടുക്കാം. അതും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഐസോക്കോണിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻഡിഫറൻസ് കറിൻ്റെ പ്രോപ്പർട്ടീസ് പോലെ തന്നെ. പിന്നെ റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും, നമ്മൾ പ്രത്യേകം പഠിക്കണം. ഐസോക്കോസ് ലൈൻ, അപ്പുറത്തെ ബഡ്ജറ്റ് ലൈനാണ് ഇപ്പുറത്തെ ഐസോക്കോസ് ലൈൻ. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഇക്വിലിബ്രിയമാണ്. ഓക്കെ, ഇക്വിലിബ്രിയം താമസിക്കാതെ വരും, ഇത് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദി ടോപ്പിക്സ് ദാറ്റ് വി ഹാവ് ടു കവർ അണ്ടർ ദ തിയറി ഓഫ് പ്രൊഡക്ഷൻ. മനസ്സിലായല്ലോ? ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാന്ന് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐസോക്കോണിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് വരാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏത് രീതിയിൽ പോയാലും നമുക്ക് എളുപ്പമുള്ള രീതിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പ്ലീസ് ലിസൺ. വി ആർ ഗോയിങ് ടു ഡിഫൈൻ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കേട്ടോ, എന്താണ് വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് ദ ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിക്കുന്നത്. ഇറ്റ് ഷോസ് ഹൗ മച്ച് ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ദ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട്സ് ഗിവൺ ദ ലെവൽ ഓഫ് ടെക്നോളജി. ഓക്കെ, ടെക്നോളജി ഗിവൺ ആയിരിക്കെ നമുക്ക് പല ക്വാണ്ടിറ്റി ഇൻപുട്ട് ഉപയോഗിച്ച് എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന ടെക്നോളജിക്കലി നമുക്ക് ഒരു ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പാണ് നമുക്ക് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കാണാൻ പറ്റുന്നത്. സോ ഫോളോയിങ് ഇക്വേഷൻ ഗീവ്സ്
ടിപ്പിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഒരു സാധാരണ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കാണിക്കാൻ വേണ്ടി നമുക്കുള്ളൊരു ഇക്വേഷനാണ്. ജസ്റ്റ് നോക്കിയേ, ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എക്കണോമിക്സിലെല്ലാം ഔട്ട്പുട്ടിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ ഓരോ ബുക്കുകളിൽ ഓരോ രീതിയിൽ കാണിക്കും, പക്ഷേ നിങ്ങളിത് നമ്മളിവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. ഓക്കെ, ദെൻ ക്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, എൽ എന്ന് പറഞ്ഞാൽ ലേബർ, ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജി. സോ യൂഷ്വലി output when you are a producer, when you are operating a firm, it depends upon the quantity of capital you are using, the amount of capital that you are using. Similarly, how much unit of labor you are deploying. Okay, similarly, what is your level of technology. All these three factors determine what we can say the level of output in our production. There can be other factors also, but we are limiting the factors of production into three: capital, labor, and technology. And these three together determines what the level of output. And this relationship is known as production function. Basically, production function is a technological phenomenon. Okay, which says that which establishes the technological relationship between what the inputs and outputs. Okay, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ഇക്വേഷനാണിത്. അതാണ് അതിൻ്റെ ഒരു ബേസിക് സ്വഭാവം. ഓക്കെ, നൗ ഹിയർ ക്യൂ ഇസ് ദ ഔട്ട്പുട്ട്, കെ ഇസ് ക്യാപിറ്റൽ, എൽ ഇസ് ലേബർ, ആൻഡ് ടി ഇസ് ടെക്നോളജി. All these three last mentioned three are inputs. Okay, one of most commonly used production function is the Cobb-Douglas production function that shows constant returns to scale, or it is a linear homogeneous production function. നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നമ്മൾ പിന്നീട് Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നന്നായിട്ട് പഠിക്കും. അപ്പോഴത്തേക്കും നമ്മളെന്താണ് ഈ ഇക്വേഷനിൽ പറഞ്ഞേക്കുന്ന ആൽഫ എന്നൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പം തൽക്കാലം ആ ഇക്വേഷൻ അതൊന്ന് നോക്കിയാൽ മതി. സോ ഇവിടെ നമ്മൾ പറയുന്നതിന് അറിയോ, അല്പം ഇതുപോലെ സിമ്പിളല്ല, അല്പം കൂടെ കാര്യങ്ങളൊക്കെ ഇച്ചിരി വ്യത്യസ്തമായിട്ട് അതിൻ്റേതായ രീതിയിലെടുത്തിട്ടാണ് ഈ Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വരുന്നത്. Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് Q ഈസ് ഇക്വൽ ടു A into L raised to alpha into K raised to 1 minus alpha. ഓക്കെ, സോ എന്താണ് ആൽഫ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കാണും. എയുടെ വാല്യൂ എന്താ, എ എന്താ അങ്ങനെ കൊടുത്തേക്കുന്നത്, എല്ലിനും കെയ്ക്കും പുറമെ ഈ എയും മുകളിലെ 1 മൈനസ് ആൽഫ എന്ന് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് എന്താണ് ഇട്ടേക്കുന്നത് ഒക്കെ നമ്മൾ പിന്നീട് കാണും. ഫോർ ദ ടൈം ബീങ് വി ആർ ജസ്റ്റ് producing a typical production function, or most popular, most used production function in microeconomics, which we describe as the what we can say Cobb-Douglas production function, which says that there is a constant returns to scale. That means when you are increasing the level of input by 10%, the output also will increase by 10%. So that is what a constant returns to scale production function gives us. Okay, now in this production function, L is labor, K is capital, Q is output, and A is an efficiency parameter. That means you may be more efficient, I may be less efficient. So our efficiency is matters, when you are using the same, even if we are using same level of output, if you are more efficient, you can produce more output. So that efficiency parameter should be there. Okay, so we are inducting that efficiency parameter in the form of A. Okay, now we are not going to explain the Cobb-Douglas production function in detail right now. We'll do it in the later class when we are studying. We are going to make a detailed study about the Cobb-Douglas production function. Okay, now നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അങ്ങനെ നമുക്ക് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം അല്ലേ. ദെൻ there can be short run production function and long run production function, and this is because of the time elements. And what is the short run? How short is the short run? How long is the long run? അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നുണ്ട്, ഷോർട്ട് റണ്ണിൽ ചില ഫാക്ടേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ചില ഫാക്ടേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ചില ഫാക്ടേഴ്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു മെഷീനറി മേടിച്ചു അല്ലേ, നമ്മളൊരു തയ്യൽ യൂണിറ്റ് തുടങ്ങി, യൂണിറ്റ് നാളെ തയ്യലിൻ്റെ മെഷീനറി ഇല്ലേ, നമ്മളെന്താ തയ്യൽ മെഷീൻ എന്ന് പറയില്ലേ, തയ്യൽ മെഷീൻ നമുക്ക് പെട്ടെന്ന് മാറ്റി നാളെ മാറ്റാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു കട തുടങ്ങുകയാണെങ്കിൽ 5 തയ്യൽക്കാരെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മളതിൽ തയ്യൽക്കാരനായിരിക്കും അതിൻ്റെ. നമുക്ക് തയ്യൽക്കാരനെ വേണമെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ഒരാൾ പോവുകയാണെങ്കിൽ വേറെ എടുക്കാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ഒരാൾക്ക് കൂടെ വേറെ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഒരു ജോലി കൊടുക്കാൻ പറ്റും, ബട്ടണൊക്കെ ഇടുന്നതിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ഷർട്ട് വെട്ടുന്നതിൻ്റെ ഒക്കെ ഒരു ജോലി കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ലേബർ കൂട്ടുകയൊക്കെ ചെയ്യാം. പക്ഷേ മെഷീൻ നമുക്ക് ഓരോ ദിവസം പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. സോ വി അസ്യൂംസ് ഫോർ സിംപ്ലിസിറ്റി സേ ക്യാപിറ്റൽ ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ദി ഷോർട്ട് റൺ.
അല്ല, ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ്. ടെക്നോളജി ഒരുപക്ഷെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ക്യാപിറ്റൽ ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ദി ഷോർട്ട് റൺ. ഓക്കെ, but labor can be changed. So that is the common trend we are seeing whenever we are explaining the short run production function. Okay, production function can be divided into two, short run and long run, depending upon the time element involved. Okay, time element involved. Then we are going to see what is a short run production function. Short run is for short time period. Okay, short run production function shows the relationship between input and output when some of the inputs are varying. Some of the inputs are varying, some of the inputs. This is the key element for the short run. Okay, some of the inputs are varying while some other inputs remain constant. Some other inputs എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലത് വേരി ചെയ്യും, ചിലത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഹിയർ ദി പ്രോഡക്റ്റ് ക്യാൻ ചേഞ്ച്, the producer can change the variable input. Okay, the law of variable proportion explains the short run production function. അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് പറയുന്ന ഒരു ലോ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. നമ്മൾ പഠിക്കേണ്ട, നമ്മളിപ്പം കണ്ട ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇനി നമ്മളെ ഒരു ഇക്വേഷൻ കാണുമോ, ഇതാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഒരു ടിപ്പിക്കൽ ഇക്വേഷൻ. നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇറ്റ്സ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വേർ സം ഓഫ് ദി ഫാക്ടേഴ്സ് ആർ ക്യാൻ ബി ചേഞ്ച്, സോ സം ഓഫ് ദി ഫാക്ടേഴ്സ് റിമെയിൻ ഫിക്സഡ് ആൻഡ് അതർ ഫാക്ടേഴ്സ് ക്യാൻ ബി ചേഞ്ച്. So in the short run, the time is so short that you cannot change some factors like machinery all of a sudden. So that time element, that time gap, or what we can say time dimension, we describe as what we can say short run production function. And we can see a simple equation for short run production function. Let me delete first before explaining. Okay, so coming back to read more, and this is a short run production. Q represent output. I have mentioned you is a function of L, K, T, and there is a constancy symbol, a cap here, a cap, but a dash here, so T യുടെ മുകളിൽ ഒരു വരയുണ്ട്, കെയുടെ മുകളിൽ ഒരു വരയുണ്ട്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കോൺസ്റ്റൻസി സിംബോളാണ്. അപ്പോൾ ഇവിടെ L ചേഞ്ച് ചെയ്യും, കെയും ടിയും നമ്മൾ ചേഞ്ച് ചെയ്യാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അതാണ് നമ്മൾ ആ മുകളിലുള്ള വര കാണിക്കുന്നത്. സോ Q is a function of L, K and T, whereas L is changing, the other two factors are constant. So some factors are variable, other factors remains constant or fixed. We describe such type of a functional relationship between input and output as a short run production function. Okay, അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പിടിയിട്ടില്ല. ചില ഇൻപുട്ട് ഫിക്സ്ഡ് ആയിരിക്കും, ചില ഔട്ട്പുട്ട് ചില ഇൻപുട്ട് variable ആയിരിക്കും, you can change. Okay, so such production function are termed as short run production function. Now we are going to see what is a long run production function. In the long run production function, the time period is so long that you can change all the factors. Here all factors are variable. You can change capital, you can adopt a new technology. Understandably, as in the case of short run production function, labor also you can easily change. So all factors can be changed. We call such production function as long run production function, where it shows the relationship between what we can say the output and inputs, where some of the all the inputs can be changed. Okay, unlike in the case of short run production function. This is because we can change all the factors in the long run. In the long run is so long in the sense that you can adopt new technology and you can induct new machineries. The law of return to scale explains the long run production function. അപ്പോൾ നമുക്ക് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു തിയറിയാണ് ഏതാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഇപ്പോൾ DLT ലോ എന്താണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ അല്ലേ? നൗ ഇനി നമുക്ക് നമ്മൾ ഇതൊക്കെ നമുക്ക് പിന്നെ പഠിക്കണം, ഇപ്പോൾ പഠിക്കണം സംശയമായി. ഞാൻ വേണമെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐസോക്കോണ്ട് അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് പോകാൻ നമ്മളിത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനൊക്കെ ഇങ്ങ് എടുത്തെടുത്ത് പോകണം. അതിനൊക്കെ അന്നേരം നമുക്ക് ഐസോക്കോണ്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ല നമുക്ക് ഐസോക്കോണ്ട് പഠിച്ചിട്ട് അങ്ങ് പോകുന്നതല്ലേ നല്ലത് അല്ലേ? ഐസോക്കോണ്ട് പഠിച്ചിട്ട് വേണമെങ്കിൽ തിരിച്ച് വരണോ? ഐസോക്കോണ്ട് അല്ല, നമുക്കിത് പഠിച്ചിട്ട് പോകാം, കുറച്ച് പഠിച്ചിട്ട് പോകാം. ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ മുമ്പ് വരെ പഠിച്ചിട്ട് പോകാം. ദെൻ വാട്ട് ഈസ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഒരു ഫാക്ടറിന്, ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലേബർ ഒരു ഫാക്ടർ, ക്യാപിറ്റൽ ഒരു ഫാക്ടർ, ഓണ്ടർപ്രണർഷിപ്പ് ഒരു ഫാക്ടർ, ടെക്നോളജി ഈസ് ഓൾസോ എ ഫാക്ടർ. നൗ what is the returns to a factor? That means when you are employing an additional labor, okay, or an employee, how output changes, whether it increases by 10 units, 8 units, 6 units, 2 units,
or whether it is not increasing or whether it is decreasing, all such items are considered under returns to factor. Okay, returns to factor actually, it shows how much productivity is there for a particular unit of a factor. Okay, that is called what we can say returns to factor. We will see what is returns to factor. Production function exhibits relation between input and output. Understandably, we told it. We saw that if quantities of other factors remains constant with increased use of one factor, all other factors remains constant, we are increasing labor from 10 to 11, then what happens to output? May cause changes in the output. Here we can measure the changes in output due to changes in that specific input only labor. This change in the output due to change in the given input is returned from that specific input. Okay, returned from the 11th unit of the labor. 11ാമത്തെ തൊഴിലാളി ആഡ് ചെയ്യുമ്പം ഔട്ട്പുട്ടിന് എന്ത് സംഭവിച്ചു? 320 എന്ന 4 കൂടി എന്ന് വിചാരിക്കാം. ഇത്ര ആലോചിക്കാൻ എന്തായിരിക്കും നിങ്ങൾ ചോദിച്ചേക്കരുത്. ചുമ്മാ ഒരു 4 എടുത്തിട്ടാട്ടോ. 4 യൂണിറ്റ് കൊണ്ട് ഔട്ട്പുട്ട് കൂടി. ഇപ്പോൾ ഇയാളുടെ പ്രൊഡക്ടിവിറ്റി എന്താണ്? 4 യൂണിറ്റാണ്. 11ാമത്തെ ആൾ വന്നപ്പോൾ 4 യൂണിറ്റ് തൊട്ട് ഔട്ട്പുട്ട് കൂടി കേട്ടോ. Q increased by 4 units. So that is the returns to that specific factor, the 11th unit of labor. So this change in the output due to change in the given input is returns to from that specific input. This is otherwise mentioned as returns to a variable factor. കാരണം നമ്മളൊരു ഫാക്ടർ ബാക്കിയെല്ലാം കീപ്പ് ചെയ്തിട്ട് ഈ ഫാക്ടർ എല്ലാം വേരിയബിളായിട്ട് കൂടുതൽ ഉപയോഗിച്ചല്ലോ. സോ വി കോൾ ഇറ്റ് as what? Returns to a variable factor. Okay. Now we can illustrate the equation for shortened production function. Q is a function of L and K. Okay, K is constant, L is the variable factor. Okay, shortened production function, no problem. Now we are going to see some other concepts also in the theory of production, and that is about the total product, marginal product, and average product. Okay, the production function exhibits the total product, marginal product, and average product with the deployment of more units of a given factor production. So there are 3 different concepts: total product, marginal product, and average product. Only these concepts are applicable when you are what we can say increasing the production, so increasing the use of at least one factor. So there will be marginal product. We will see what is marginal product, total product, as well as the average product. Total product or the total physical product is the amount of total product produced by a given quantity of factors of production. അപ്പോൾ ഒരു given quantity of ഇൻപുട്ട് വെച്ച് നമ്മൾ എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നോ ആ ഔട്ട്പുട്ടിനാണ് നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായാലോ? നമ്മൾ 5 യൂണിറ്റ് ലേബർ, 3 യൂണിറ്റ് ക്യാപിറ്റൽ എല്ലാം കൂടെ ഉപയോഗിച്ച് നമ്മൾ 120 യൂണിറ്റ് ടോട്ടൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. വെൻ യു ആർ ഇൻക്രീസിങ് ലേബർ ടു 7, ക്യാപിറ്റൽ ടു 3, ക്യാപിറ്റൽ മീൻസ് 3, total output can be increased to 150. So total output changes in accordance with changes in the input. Okay, so total output, total product is the gross quantity of the output that you can produce by using a given quantity of inputs. Now in the case of shortened production function, the total product increases, remains constant, and declines with increase in the labor of variable factor by keeping the factors constant. Fixed factor or factor is constant, so you need not worry about this sentence, because we are going to see the law of variable proportion, which exhaustively elaborates about how output changes in accordance with changes in the number of units of labor used. സോ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ഫംഗ്ഷൻ പഠിക്കും, വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പഠിക്കില്ല, ചെറുക്കഞ്ഞ് പഠിക്കും. അപ്പോൾ അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കാണാം. ഇനി നമ്മളൊരു ചെറിയ ഡയഗ്രം കാണാം. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടാണല്ലോ, +2 എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ലൈൻ ഈസ് കോൾഡ് എ ടോട്ടൽ പ്രൊഡക്റ്റ് ഹിയർ. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ദ ഇൻപുട്ട് ഓഫ് എ സ്പെസിഫിക് വാട്ട് വി ക്യാൻ സേ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. ഇവിടെ നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ എക്സിലും വൈയിലും എന്താണ് രേഖപ്പെടുത്തിയത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ എക്സിൽ എന്താണ് രേഖപ്പെടുത്തുന്നത്? എത്രമാത്രം ഇൻപുട്ട് ഉപയോഗിച്ചു. വൈയിൽ എന്താണ് രേഖപ്പെടുത്തുന്നത്? ടോട്ടൽ ഔട്ട്പുട്ട്. നമുക്ക് ചുമ്മാ നോക്കാം. 4 യൂണിറ്റ് 4 തൊഴിലാളികളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഡയഗ്രാം പ്രകാരം കിട്ടുന്നില്ലേ? ആമ്പടാ 6.5 ഒന്നുമില്ലാത്തൊരു നമുക്ക് 6 കൊണ്ട് മുട്ടിക്കാം. 6.5 യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കി.
ശരിയല്ലേ? 8 തൊഴിലാളികളെ യൂസ് ചെയ്യുമ്പോഴോ എല്ലാം അറിയാലല്ലേ, 9.5 യൂണിറ്റ് ഔട്ട്പുട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ പിടിയിട്ടില്ലേ ഡയഗ്രത്തിൻ്റെ ഒരു റീഡിങ് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ എത്ര തൊഴിലാളികളെ അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളതാണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എത്ര ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടിയെന്നുള്ളതാണ്. നമ്മുടെ ക്യാപിറ്റൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് അവർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വെർ യു ആർ ചേഞ്ചിങ് ലേബർ ബട്ട് കീപ്പിംഗ് യുവർ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി കോൺസ്റ്റൻറ്റ്. സോ ദിസ് കർവ് ഷോസ് ആക്ച്വലി ദിസ് കർവ് ഷോസ് നമ്മൾ ഈ കർവിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ സിമ്പിളാണ്. ഇവിടെ എന്താണ് ഇത് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇത് കൂടുന്നത്. കാരണം ക്യൂ എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് L, K and T. So T remains constant, technology K remains constant, L we are changing only L. Then what happens to output? അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് കൂടുന്നതനുസരിച്ച്? ലേബർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്. നമ്മളിപ്പോൾ ലേബർ കൂടുന്നതനുസരിച്ച് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു തൊഴിലാളി അപ്പോയിൻറ്റ് ചെയ്തു, ഇത്രയും ഉണ്ട് ടോട്ടൽ ഔട്ട്പുട്ട്. 2 തൊഴിലാളി, അതിൻ്റെ കൂടെ ക്യാപിറ്റലൊക്കെ ഉണ്ട് കേട്ടോ, അതവിടെ കോൺസ്റ്റൻ്റ് നിർത്തിയേക്കുക. മെഷീനറി ഒക്കെ ഉണ്ട്. 3 തൊഴിലാളിക്ക് ഇത്രയും ഔട്ട്പുട്ട് കൂടി, 4 തൊഴിലാളിക്ക് ഉണ്ട് ഇത്രയും കൊണ്ടുകൂടി. 4ാമത്തെ തൊഴിലാളി വന്നപ്പം കൂടുതൽ ഔട്ട്പുട്ട് കിട്ടി. അയാളുടെ മാത്രം മെച്ചമല്ലായിരിക്കും, കാരണം 4ാമത്തെ തൊഴിലാളി വന്നപ്പോൾ ആയിരിക്കും മെഷീൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലേ. 3 തൊഴിലാളിയെ കൊണ്ട് ഒരു മെഷീൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ വിചാരിക്കാം. 5 തൊഴിലാളി വന്നപ്പം ഇച്ചിരി നേരെ വരയ്ക്കാം. ഇത്രയും കണ്ട് ഔട്ട്പുട്ട് കൂടി 8, 6, 7 ഒക്കെ ആകുമ്പം കുഞ്ഞു മാറ്റങ്ങളേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാവും 8 തൊഴിലാളി വന്നപ്പോഴത്തേക്ക് മാക്സിമം 9.5 യൂണിറ്റായി. 9.5 നമുക്ക് ആക്കാൻ കേട്ടോ. പിന്നെ ഒരു തൊഴിലാളി വന്നപ്പോൾ 9 തൊഴിലാളി വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇച്ചിരി കുറഞ്ഞു പോയി. അയാൾ ആൾക്കൂട്ടമായി പോയി കഴിഞ്ഞു. 10 തൊഴിലാളി പിന്നെ കുറഞ്ഞു. സോ ദി ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് ഫാസ്റ്റ്, ദെൻ സ്പീഡിലി ഇൻക്രീസസ്, then slowly increases through this portion, then it remains constant, then it is false. Total product false with the increase in the use of the variable factor called labor. അപ്പോൾ ലേബർ നമ്മളിങ്ങനെ കൂട്ടി ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിന് എന്ത് സംഭവിക്കുന്നു നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലൈനാണിത്. സോ അതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എറർ. ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. സോറി, ചുമച്ചപ്പം പോയതല്ല കേട്ടോ. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. വി ഇട്ടിട്ട് റീഡ് മോഡ് ഇട്ടാലും ഇതൊക്കെ തന്നെ വരുള്ളൂ. അല്ലല്ലോ, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് എടുത്തോട്ടെ. എന്തോ പറ്റി. അതെ, എന്താണെന്നറിയോ, ക്ലോസ് വിൻഡോ ഇല്ല. ഞാനൊന്നും എടുക്കാം. ഒക്കെ ഉള്ളത് കേട്ടോ. കിട്ടുന്ന ആരോയിലൊക്കെ പിടിച്ച് സെറ്റ് നോക്കി, ഒരു രക്ഷയില്ല. PDF വര കൂടിയുണ്ട്, റീഡ് ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ട് വന്നു. ഇല്ലല്ലേ, ശരി. PDF ഇവിടെ വരുന്നുണ്ട്. ഞാനൊന്നുകൂടെ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ എടുക്കാവേ. വന്നു അങ്ങോട്ട് പോയോ? ഒരു സെക്കൻഡ്. ഇപ്പോൾ വന്നിട്ട് ഞാനിങ്ങോട്ട് മാറിച്ച് ഉണ്ടത് മാറിപ്പോയി. സോ സംതിങ് ഈസ് ഹാപ്പൻഡ്. സോ ലെറ്റ് മീ സ്റ്റോപ്പ് ഇറ്റ് ഫസ്റ്റ്, then I will be reloading it again and again. ക്ലോസ് കറണ്ട് വോൾട്ട് സ്റ്റാമ്പ് കൊടുക്കാം, നോ കൊടുക്കാം. അവിടെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ എടുക്കാം കേട്ടോ. ഒന്നുകൂടെ എടുക്കാവേ, പോയേക്കരുതേ. അപ്പോൾ നമ്മളെവിടെയാണ് എടുക്കുന്നത്? ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന്, നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ നിന്ന്, പ്രൊട്ടക്ഷൻ തിയറിയിൽ നിന്ന് കണ്ടോ വന്നു. വി മോഡിലിട്ട് ഞാൻ നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ട്. വര കൂടി പോയതുകൊണ്ടേ മൊബീന വന്ന് ആളെ അഡ്മിറ്റ് ചെയ്ത് വര കൂടിപ്പോയതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാം. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. റീസൺ നമ്മൾ കാണുമൊന്നും വേണ്ട, ഷെയർ. അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ കാണാൻ പറ്റുന്നതിൻ്റെ വിശ്വാസം. ഓക്കെ, സോ വി ആർ വൺസ് മോർ ഗോയിങ് ബാക്ക് ടു ദി ടോപ്പിക് വി വർ ഡിസ്കസിങ്. ദിസ് ഈസ് ദ ടോപ്പിക് വി വർ ഡിസ്കസിങ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം എങ്ങനെ വായിക്കുക എന്നുള്ളതാണ്. ഡയഗ്രാം കറക്റ്റായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ എന്താണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്? ആസ് യു ഇൻക്രീസസ് ദി ക്വാണ്ടിറ്റി ഓഫ് ലേബർ ബൈ കീപ്പിംഗ് other factors fixed, T constant, K constant, then you are changing only labor, increasing. Okay, then what happens to the output is shown in this diagram, total product. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടി വരും അറിയാം,
ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ഔട്ട്പുട്ട് ചേഞ്ചസ് വിത്ത് എൽ. അതാണ് എല്ലിനനുസരിച്ച് എങ്ങനെയൊക്കെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന. ഇവിടെ കെ എല്ലാം നമ്മൾ പറയുന്നുണ്ടാവില്ല, കെ കോൺസ്റ്റൻറ്റ് ടി കോൺസ്റ്റൻറ്റ് അവിടെ നിൽക്കുക, അതൊന്നും ഇവിടെ ഒരു ഫാക്ടറല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട എലമെൻ്റ് ഏതാണ്? നമ്മൾ ലേബർ ചേഞ്ച് ചെയ്യുക. ലേബർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിന് എന്ത് സംഭവിക്കും? ടെക് 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 ഇങ്ങനെ കോൺസ്റ്റൻറ്റ്, പിന്നെ ഡിക്ലൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്ഷന് പല സ്റ്റേജസ് ഉണ്ട്. ഇനീഷ്യലി വെൻ യു ആർ ഇൻക്രീസിങ് ലേബർ, total product accelerate like a rocket. Then it slows with increasing number of deployment of labor. Then it remains constant, then it comes down. So this interesting twist in total output is brought by this particular diagram, and we call it as total product. മനസ്സിലായല്ലോ? ഇതാണ് ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് where we are changing only one factor. So understandably this is a total product error in the short run. Okay, now we are going to see some other concepts also. So an important one is what happens to total product error when we increases the capital stock. നമ്മൾ പറഞ്ഞ എന്താണെന്ന് പറയുക, നമ്മൾ ലേബർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ കൂട്ടി എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ കെ കൂട്ടി പുതിയ ടെക്നോളജി സ്വീകരിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോഴേ എന്ത് സംഭവിക്കുന്ന അറിയാം? ടോട്ടൽ പ്രൊഡക്റ്റ് എറർ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ടി പിന്ന് ടി പി ടുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ ടോട്ടൽ പ്രൊഡക്റ്റ് എറർ ഡ്രോൺ on the assumption that the amount of the fixed factor, the level of tech will cause a shift in the total product error. Okay, on the assumption that the amount of fixed factor. Okay, അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി. അവിടെ ഇച്ചിരി സെൻറ്റൻസ് ഒരു റൈറ്റിംഗ് ഡിഫിക്കൽട്ടി ഉണ്ട്. നമ്മൾ സാധാരണ മുമ്പത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് എറർ നമ്മൾ വരച്ചത് കെ കോൺസ്റ്റൻറ്റ് ടി കോൺസ്റ്റൻറ്റ്. ഇവിടെ അങ്ങനെയല്ല. ഇത് മാറുവാണെങ്കിൽ കെയും ടിയും മാറുവാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. കൂടുതൽ നല്ല ടെക്നോളജി സ്വീകരിക്കുകയാണല്ലോ, ഇതായിരിക്കും അവസ്ഥ അല്ലേ? കൂടുതൽ ക്യാപിറ്റലൊക്കെ ഇംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ TP3 എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ വരും. ഇതാണ് എത്രമാത്രം പ്രധാനപ്പെട്ടാണ് ക്യാപിറ്റൽ, എത്രമാത്രം പ്രധാനപ്പെട്ടാണ് ടെക്നോളജി എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, then that is about the shifting of the total product error when you are using more capital and a different or good technology. And now we are coming to see two important concepts related to production function. And the first one is marginal product, second one is average product. നമ്മൾ total product കണ്ടല്ലോ. മാർജിനൽ പ്രൊഡക്റ്റ്, മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? വേണമെങ്കിൽ അതിന് അഡീഷണൽ എന്ന് പറയാം, ഇൻക്രിമെൻ്റൽ എന്ന് പറയാം. ഒരു യൂണിറ്റ് കണ്ട് ലേബർ കൂട്ടുവാണെങ്കിൽ ഔട്ട്പുട്ട് എത്ര യൂണിറ്റ് കൊണ്ട് കൂടും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് കൊണ്ട് കൂടാൻ എത്ര ലേബർ കൂട്ടിയെന്നല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കറക്റ്റ് ഡയറക്ഷൻ വേണം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് കൺഫ്യൂഷൻ ആവും. ലേബർ ഒരു യൂണിറ്റ് കണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ L1 +1 അങ്ങനെ +1 ഇങ്ങനെ നമ്മൾ ഓരോന്ന് +1 ഇങ്ങനെ ഓരോ യൂണിറ്റും കൂട്ടി അങ്ങ് പോവുക. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനത്തെ ഇവിടെ ഒരു യൂണിറ്റ് കൂടെ ഡിപ്ലോയ്, ആ യൂണിറ്റ് തൊഴിലാളി വന്നുകൊണ്ട് ഔട്ട്പുട്ട് എത്രമാത്രം കൂടി. ദാറ്റ് ഈസ് കോൾഡ് ദ മാർജിനൽ പ്രൊഡക്റ്റ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾ +2 പഠിച്ചാണ്, +2 പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പ്രധാനപ്പെട്ടത്. മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി physical product from the use of the additional unit of inputs. An additional unit of input, one more additional unit of input we are using in the form of labor. Then what happens to total output, and that quantity will be represented or indicated, described as marginal product of labor. Okay, now for example, marginal product of labor refers to change in output according to the use of an additional unit of labor. ഒരു തൊഴിലാളി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ലേബർ, അല്ലെങ്കിൽ 1 day ലേബർ, അങ്ങനെ വരുവാണെങ്കിൽ ഔട്ട്പുട്ട് എത്രമാത്രം കൊടുക്കും. സോ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലേബർ. ഓക്കെ, എന്താണ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലേബർ? അടിയിൽ കിടക്കുന്നത് മാറിയതുകൊണ്ട് മുകളിൽ കിടക്കുന്നത് എങ്ങനെ മാറും, അതാണ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലേബർ. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. മനസ്സിലായല്ലോ? അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് എന്താണ്? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലേബർ, 1 unit of labor. Sometimes marginal product of capital is equal to MPK is equal to change in output due to change in capital. ശരിയല്ലേ? അപ്പോൾ ഇതാണ് മാർജിനൽ പ്രൊഡക്റ്റ്. ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ഇൻപുട്ട് കൂട്ടിയിട്ടുണ്ട്, ഔട്ട്പുട്ടിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്, യു ആർ ഇൻക്രീസിങ് യുവർ ഇൻപുട്ട് ബൈ 1 unit. Okay, then what happens to output is the relevant question under marginal product. Okay,
ആവറേജ് പ്രൊഡക്റ്റ് ഇസ് ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഇൻപുട്സ്. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാത്തിൻ്റെ ആവറേജ് ആണ് എടുക്കുക അല്ലേ. നമ്മുടെ ക്ലാസ്സിലെ സെമിനിറ്റി പരീക്ഷയുടെ ആവറേജ് മാർക്ക് എന്ത് ചെയ്യണം? നമ്മൾ 40 കുട്ടികളുണ്ട്, 40 കുട്ടികളുടെ മാർക്ക് ഇങ്ങനെ എഴുതുക. 51, 70, 95 വേണം, അത്രയൊക്കെ വേണം, ഒരു 96 കൂടി ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ കൂട്ടി എത്രയാണ്? 40ാമത്തെ ആളുടെയും കൂടെ നമ്മൾ മാർക്ക് കൂട്ടി, 40ാമത്തെ സ്വാമിനാഥനാണെന്ന് തോന്നുന്നു, അവൻ്റെ കൂടെ മാർക്ക് കൂട്ടി ഇട്ട് നമ്മൾ ഏറ്റവും അവസാനം അവനൊരു 98 കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 40 കിട്ടുമ്പോൾ നമുക്ക് 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര മാർക്ക് കിട്ടും? എത്ര കിട്ടുമായിരിക്കും? എത്രയെങ്കിലും കിട്ടും. നമുക്ക് 76 മാർക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് ദ ആവറേജ് മാർക്ക് for our group or our class, which comprise of 40 students. 40 നമുക്ക് 41 ഉണ്ട് കേട്ടോ. So that is the average mark. So in the same way you can have the average product. That means total output, average product of labor, total output divided by number of units of labor you used. Suppose that we are having 500 units of output and you are having how much? 10 employees or 10 laborers. So what will be the average product of labor? A laborer or an employee brings on an average 50 units of output. ശരിയല്ലേ? ഇതല്ല എൻ്റെ അർത്ഥം. So that is called average product. Average product is like any other average. Okay, so average product of labor is equal to Q. For labor it is Q divided by total output divided by number of units of labor. Then average product of capital, what is that? It is total output divided by number of units of capital we used. The average product and marginal product of the variable factor can be understood through the law of variable proportions in a comprehensive manner. നമ്മൾ വളരെ കൂടുതലായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്താണ് ഈ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഒക്കെ വളരെ നന്നായിട്ട് നമ്മൾ ഇച്ചിരി മനസ്സിലാക്കി. നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് നമ്മൾ പഠിക്കും. ഇങ്ങനെയൊന്നുള്ള ഡയഗ്രം കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയഗ്രം അവിടെ ഉണ്ട്. ഞാൻ വരയ്ക്കുമ്പോൾ ഇത്ര മോശമായപ്പോൾ എന്നുള്ളൂ. ഇച്ചിരി നന്നായിട്ട് വരയ്ക്കട്ടെ. ഇതാണ് അവിടുത്തെ ഒരു ഡയഗ്രം. ഈ ഡയഗ്രം വെച്ച് LVP, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് കൂടി കിട്ടും എന്താണ് ആവറേജ് പ്രൊഡക്റ്റ്, എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ്, എങ്ങനെ ലേബർ കൂടുന്നതനുസരിച്ച് എങ്ങനെ ഇത് രണ്ടും മാറുന്നു, ടോട്ടൽ പ്രൊഡക്റ്റ് മാറുന്നു, ആവറേജ് പ്രൊഡക്റ്റ് മാറുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് മാറുന്നു. ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കും? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിക്കും. തൽക്കാലം നിങ്ങളിത് നോക്കുക. ആവറേജ് പ്രൊഡക്റ്റ്, ആദ്യം എടുത്തിട്ട് മാർജിനൽ പ്രൊഡക്റ്റ് ലേബർ ഇതാണ്. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഇനി ഇൻപുട്ട് ചെയ്യണോ? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇതാണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതാണ്, ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇതാണ്, ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതാണ്. സോ കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ നോട്ട് തന്നെ നോക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് അവേഴ്സ് ക്ലാസ്. താങ്ക്സ് ഫോർ ലിസണിങ്. നാളെ നമുക്ക് കാണാം. നാളെ അല്ലല്ലോ, തിങ്കളാഴ്ച. ഓക്കെ.